മോട്ടോർ ബൈക്കിന്റെ ടയർ ചെക്കിങ്ങും റിപ്പയറിങ്ങും. നമസ്കാരം. ഒരു മോട്ടോർ ബൈക്കിന്റെ ടയർ ചെക്കിങ്ങിനെക്കുറിച്ചും റിപ്പയറിങ്ങിനെക്കുറിച്ചുമുള്ള ഈ സെഷനിലേക്ക് സ്വാഗതം. ടയറുകൾ ഒരു മോട്ടോർ ബൈക്കിനും മറ്റെല്ലാ വാഹനങ്ങൾക്കുമുള്ള ഏറ്റവും പ്രധാന ഭാഗങ്ങളിലൊന്നാണ്. റോഡുമായി നേരിട്ട് സ്പർശിക്കുന്ന ഭാഗമായതുകൊണ്ട് ഇവയ്ക്ക് തേയ്മാനം, കേടുപാടുകൾ എന്നിവ വരും. അതുകൊണ്ട് ടയറുകൾ കൃത്യമായ ഇടവേളകളിൽ പരിശോധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. നല്ലവണ്ണം പരിപാലിക്കുന്ന ടയറുകൾ ദീർഘകാലം നിലനിൽക്കുകയും ഫലപ്രദമായി പ്രവർത്തിക്കുകയും ഓടിക്കുമ്പോഴുള്ള ഗുണനിലവാരം ഉറപ്പാക്കുകയും ചെയ്യുന്നു. ഈ സെഷനിൽ ടയറുകൾ ചെക്കിങ്ങും റിപ്പയറിങ്ങും ചെയ്യുന്നത് എങ്ങനെയെന്ന് പഠിക്കാം. ഇതിനുള്ള ഭാഗമായി നമുക്ക് ടയർ പ്രഷർ ചെക്ക് ചെയ്യുക, കാറ്റ് നിറയ്ക്കുക, ട്രെഡ് ഡെപ്ത് അളക്കുക, ടയറിന് കേടുപാടുകൾ ഉണ്ടോ എന്ന് പരിശോധിക്കുക എന്നീ കാര്യങ്ങൾ ചെയ്യാം. ഈ ജോലി തുടങ്ങുന്നതിന് മുൻപേ അതിന് ആവശ്യമുള്ള ഉപകരണങ്ങളും സാധനങ്ങളും എന്തൊക്കെയാണെന്ന് നോക്കാം. അവ: എയർ കംപ്രസർ, ടയർ റിപ്പയർ കിറ്റ്, 2 മോട്ടോർ ബൈക്ക് ടയർ ലിവറുകൾ, ഡബിൾ എൻഡഡ് സ്പാനർ അല്ലെങ്കിൽ റിംഗ് സ്പാനർ, നീഡിൽ നോസ് പ്ലെയർ, ഫിലിപ്സിന്റെ ഫ്ലാറ്റ് ടിപ്പ് സ്ക്രൂ ഡ്രൈവർ, തുടയ്ക്കുന്ന തുണി, ടൂൾസ് ട്രേ, പാർട്സ് ട്രേ, ബക്കറ്റ്, സോപ്പ് വെള്ളം, വാൽവ് കോർ റിമൂവർ ടൂൾ, സ്പോക്ക് അഡ്ജസ്റ്റ്മെന്റ് സ്പാനർ, 10 സെന്റിമീറ്റർ നീളമുള്ള സ്റ്റീൽ റൂളർ, ടയർ പ്രഷർ ഗേജ്, ഫ്രണ്ട് വീല് ഉയർത്തിവെക്കാൻ വേണ്ടി ഒരു സപ്പോർട്ടോ, ബോക്സോ, ഹോളോ ബ്ലോക്കോ, ചോക്ക് അല്ലെങ്കിൽ ചോക്ക് പൗഡർ, സാൻഡ് പേപ്പർ, ഇൻഫ്ലേഷൻ വാൽവ് എന്നിവയാണവ. ടയർ ചെക്കിങ്ങും റിപ്പയറും ചെയ്യാനുള്ള കാര്യങ്ങൾ ഓരോന്നായി നോക്കാം. ആദ്യം മോട്ടോർ ബൈക്ക് ബലവും നിരപ്പും ഉള്ളിടത്ത് സെന്റർ സ്റ്റാൻഡിൽ വെക്കുക. ഇനി ഫ്രണ്ട് വീൽ ഉയർത്താനായി നല്ല ഭാരമുള്ള ഒരു ബ്ലോക്കോ ബോക്സോ മറ്റോ ബാക്ക് സീറ്റിന്റെ അറ്റത്തുള്ള കാരിയറിൽ വെക്കുക. ഇനി നമുക്ക് ടയറിന്റെ പ്രഷർ ചെക്ക് ചെയ്തിട്ട് അതിൽ എയർ നിറയ്ക്കാം. ആദ്യം ട്യൂബ് ക്യാപ്പ് മാറ്റി വൃത്തിയാക്കുക. ടയർ പ്രഷർ ചെക്ക് ചെയ്യാനുള്ള ഗേജ് ദ്വാരത്തിനുള്ളിൽ കടത്തിവെക്കുക. ഒരു 2 സെക്കൻഡ് പ്രഷർ ഗേജിന്റെ തുറന്ന അറ്റം നോസിലിൽ അമർത്തുമ്പോൾ ടയറിനുള്ളിലുള്ള പ്രഷർ ഗേജ് കാണിക്കും. ടയർ നിർമ്മാതാക്കൾ നിർദ്ദേശിച്ചിട്ടുള്ള പ്രഷറിനനുസരിച്ച് എയർ നിറയ്ക്കുകയോ കളയുകയോ ചെയ്തിട്ട് ക്യാപ്പ് അടയ്ക്കുക. ശ്രദ്ധിക്കുക, നിർമ്മാതാക്കൾ നിർദ്ദേശിച്ചിട്ടുള്ള പ്രഷർ ടയറിന് സൈഡിൽ കാണിച്ചിരിക്കും. ഹീറോ ഹോണ്ട സ്പ്ലെൻഡറിന്റെ ബാക്ക് വീലിന് ഇത് 32 PSI അഥവാ 2.25 kg/cm ഫ്രണ്ട് വീലിന് 25 PSI അഥവാ 1.75 kg/cm ആണ്. മുൻകരുതൽ: തെറ്റായ എയർ പ്രഷറോടുകൂടി വണ്ടി ഓടിച്ചാൽ സ്റ്റിയറിംഗ് റെസ്പോൺസ് മാറുകയും ടയറുകളിൽ പെട്ടെന്ന് കാറ്റ് കുറയുകയും ചെയ്യും. അടുത്തതായി നമുക്ക് ടയർ ട്രെഡ് ഡെപ്ത് അളന്നു നോക്കാം. ട്രെഡ് റബ്ബറിന് ഏറ്റവും മുകൾ തൊട്ട് ടയർ ഗ്രൂവിലുള്ള ഏറ്റവും താഴത്തെ പോയിന്റ് വരെയുള്ള ഒരു ലംബമായിട്ടുള്ള അളവാണ് ട്രെഡ് ഡെപ്ത്. ഇതളക്കാൻ ഒരു ടയർ ട്രെഡ് ഡെപ്ത് ഗേജ് ഉപയോഗിക്കുക. ഡെപ്ത് ഗേജ് ഇല്ലെങ്കിൽ ഒരു നാണയത്തുട്ടുകൊണ്ടും ഇതളക്കാം. ഇതിനായി കോയിൻ ട്രേഡ് ഗ്രൂവിൽ വെച്ചിട്ട് തള്ളവിരലിന്റെ നഖം ടയറിന്റെ ഉപരിതലത്തിലേക്ക് സ്ലൈഡ് ചെയ്യുക. വിരൽ വെച്ച അടയാളം മാറാതെ കോയിൻ എടുക്കുക. കോയിനിന്റെ അറ്റവും നഖവും തമ്മിലുള്ള അകലം ഒരു റൂളർ കൊണ്ട് നോക്കുക. അടുത്തടുത്തുള്ള 2 ഗ്രൂവുകളിൽ ഇത് 32 ഇഞ്ചിനേക്കാൾ, അതായത് 0.79 മില്ലിമീറ്ററിലും കുറവാണെങ്കിൽ ടയർ തേഞ്ഞു എന്ന് മനസ്സിലാക്കാം. ട്രെഡ് ഗ്രൂവ് സെക്ഷനുകളിൽ പിടിപ്പിച്ചിട്ടുള്ള ട്രെഡ് വെയർ ഇൻഡിക്കേറ്ററുകൾ കൊണ്ടും ഇത് അളക്കാൻ സാധിക്കും. അടുത്തതായി ടയറുകൾ പരിശോധിച്ച് കേടുപാടുകളുണ്ടോ എന്ന് നോക്കാം. ആദ്യം ടയർ തുടച്ച് വൃത്തിയാക്കുക. ഇനി ടയർ കറക്കിയിട്ട് ആണികൾ, ഗ്ലാസ് തുണ്ടുകൾ എന്നിങ്ങനെ എന്തെങ്കിലും തുളച്ചു കയറിയിട്ടുണ്ടോ എന്ന് നോക്കണം. ഉണ്ടെങ്കിൽ അതെല്ലാം നീഡിൽ നോസ് പ്ലെയർ ഉപയോഗിച്ച് മാറ്റണം. ഈ ടയറിൽ മറ്റ് കേടുപാടുകൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക. ടയർ ത്രെഡുകൾക്ക് ഇടയിൽ പൊടിയുണ്ടെങ്കിൽ അത് നീക്കുക.
ചുരുക്കം. ഇതോടെ ഈ സെഷൻ അവസാനിച്ചു. ഇതിൽ നാം പഠിച്ച കാര്യങ്ങൾ ഇവയാണ്: ടയർ പ്രഷർ ചെക്ക് ചെയ്യുക, ടയറിൽ കാറ്റ് നിറയ്ക്കുക, ടയർ ട്രെഡ് ഡെപ്ത് അളക്കുക, ടയറിൽ കേടുപാടുകളുണ്ടോ എന്ന് പരിശോധിക്കുക. ടയർ ചെക്കിംഗ്, റിപ്പയർ എന്നീ കാര്യങ്ങൾ മുഴുവനായിട്ടില്ല. വീൽ ട്രൂയിങ്, ടയർ പങ്ക്ചർ എന്നിവയെപ്പറ്റി നമുക്ക് മറ്റൊരു സെഷനിൽ പഠിക്കാം. നിങ്ങൾ ഈ സെഷൻ ആസ്വദിച്ചെന്ന് കരുതുന്നു.